പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതയാമത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ആത്മാവ് നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ ക്രിസ്തീയ തത്വം ഒരു മനുഷ്യനെ വിശ്വാസിയായി എണ്ണുന്നത് അവൻ മരിച്ചു എഴുന്നേൽക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ അവൻ്റെ ദൈവികത്വത്തിലും അവൻ രാജാതിരാജാവായി തിരിച്ചു വരുന്നതായ ആ ഒരു ഉപദേശത്തിൽ വിശ്വസിക്കുന്നവനാരോ അവനെയാണ് വേദപുസ്തകം വിശ്വാസി എന്ന് വിളിക്കുന്നത്. എന്നാൽ ലോകപ്രകാരം നോക്കിയാൽ എല്ലാ മനുഷ്യരും വിശ്വാസികളാണ്. ഒരു മനുഷ്യൻ മറ്റു മതങ്ങളിലും ഉപദേശങ്ങളിലും ദൈവങ്ങളിലും വിശ്വസിക്കുന്നില്ലെങ്കിലും അവൻ അവനിൽ തന്നെ വിശ്വസിക്കുന്നു. അവനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവൻ നടക്കുന്നത്. ഇല്ല എങ്കിൽ അവൻ വീണുപോകും. അവൻ്റെ ആരോഗ്യത്തിൽ അവന് വിശ്വാസമുണ്ട്. അങ്ങനെ പല വിഷയങ്ങളിലും ഒരു വീട്ടിൽ പാർക്കുവാൻ അവനൊരു വിശ്വാസമുണ്ടെങ്കിലേ, ആ വീടിനെക്കുറിച്ചൊരു വിശ്വാസമുണ്ടെങ്കിലേ അവൻ ആ വീട്ടിൽ പാർക്കുവാൻ കഴിയുകയുള്ളൂ. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ എല്ലാ മനുഷ്യരും വിശ്വാസികളാണ്. വിശുദ്ധ വചനത്തിലെ വിശ്വാസത്തിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിലേക്ക് കടന്നു വരാം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തെക്കുറിച്ച് ആർ വിശ്വസിക്കുന്നുവോ അവരാണ് വിശ്വാസികൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ അവരിൽ തന്നെയും 4 രീതിയിലുള്ള വിശ്വാസികളുണ്ട്. ഒന്ന്, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ. അവരിൽ അതിനൊരു പൊതുവിശ്വാസം എന്നാണ് പറയുന്നത്. അത് നമുക്കുമുണ്ട്, പിശാചിനും ആ വിശ്വാസമുണ്ട്. നമ്മേക്കാൾ വ്യക്തമായിട്ട് പിശാചികൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നു. കാരണം പിശാചി കണ്ടതാണ്. യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് നമുക്കുള്ള ധാരണയേക്കാൾ പിശാചികൾക്ക് നല്ല ധാരണയുണ്ട്. നാം യേശുവിനെ ദൈവപുത്രൻ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് പിശാചികൾ ഈ ലോകത്തിൽ വെച്ച് കർത്താവിനെ തിരിച്ചറിഞ്ഞു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ നീ കൽപ്പിക്കാം. അന്ന് പിശാച് അങ്ങനെ സംസാരിച്ചപ്പോൾ യേശുവിനെ ദൈവപുത്രൻ എന്നുള്ളതായ ഒരു പത്രികയിൽ കൂടെ നാം ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എങ്കിലും പിശാച് വളരെ ദൂരത്തിൽ യേശുവിനെ തിരിച്ചറിഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനിയും വേറൊരു വിശ്വാസത്തിൻ്റെ അവകാശികളുണ്ട്. ടെമ്പററി ഫെയ്ത്ത്. താൽക്കാലികമായി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്നുള്ളതായൊരു വൈഷമ്യങ്ങളുടെ മുഖത്ത്, ഒരാപത്തിൻ്റെ മുഖത്ത്, ഒരനർത്ഥത്തിൻ്റെ മുഖത്ത്, രോഗത്തിൻ്റെ മുഖത്ത്, ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ളതായ ഒരു ഞെരുക്കങ്ങളുടെ മുഖത്ത് കർത്താവിൽ വിശ്വസിക്കുന്ന വിശ്വാസം. ആ രോഗസൗഖ്യം ലഭിച്ചതിന് ശേഷം നോക്കൂ, ഒരിക്കൽ കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോൾ 9 പേർ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടി. അവർ മടങ്ങി വന്നില്ല കർത്താവിങ്കിലേക്ക്, ഒരുവൻ മാത്രമേ വന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവിങ്കിലേക്ക് മടങ്ങി വരാത്തതായ വിശ്വാസികളുണ്ട്. അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞ് അവർ പമ്പ കടക്കും. അവർക്ക് പിന്നെ വിശ്വാസം, ആദ്യം അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണിച്ചതുപോലെയുള്ളതായ സ്നേഹവും ആ ഊർജവും ആ വിശ്വാസത്തിൻ്റെ ആഴവും പിന്നീട് അവരിൽ പ്രത്യക്ഷപ്പെടുകയില്ല. അതിനുശേഷം മൂന്നാമതൊരു വിഭാഗക്കാരുണ്ട്. അത് മിറക്കുലസ് ഫെയ്ത്ത്. അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളിൽ മാത്രം ഓടുന്നവരാണ്. അവർ ഒരു പ്രാർത്ഥനയ്ക്ക് പോയാൽ അത്ഭുതം പ്രതീക്ഷിക്കുന്നു. ഒരു കൺവെൻഷനിൽ പോയാൽ അത്ഭുതമാണ് അവർക്ക് ആവശ്യം. ഒരു ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ അവരിൽ കൂടെ അത്ഭുതങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും അത്ഭുതങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരെ മിറക്കുലസ് ഫെയ്ത്തിൻ്റെ അവകാശികളെന്ന് വിളിക്കാം. എന്നാൽ നാലാമതൊരു വിഭാഗക്കാരുണ്ട്. അവരാണ് ദിവസേന വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിൻ്റെ അവകാശികൾ. പ്രതികൂല സാഹചര്യങ്ങളെയും ഒക്കെ കാണുമ്പോൾ അവരിലുള്ളത് വിശ്വാസത്താൽ അതിനെ തരണം ചെയ്യുവാൻ കഴിയില്ല എന്ന് അവരുടെ മുഖത്ത് അത് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ദൈവത്തോട് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരുവാൻ ആവശ്യപ്പെടുന്നവർ. നോക്കൂ, ശിഷ്യന്മാരോട് ഒരിക്കൽ കർത്താവ് അല്ലെങ്കിൽ ഒരുവനോട് ക്ഷമിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി അതിനുള്ള ത്രാണി അവർക്കില്ല. അവരിലുള്ള പരിമിതമായ വിശ്വാസം കൊണ്ട് ഒരുവനോട് ക്ഷമിക്കുവാൻ, അല്ലെങ്കിൽ 7 വട്ടമൊക്കെ ക്ഷമിക്കുവാൻ, 70 വട്ടം ക്ഷമിക്കുവാൻ, 490 പ്രാവശ്യമൊക്കെ ക്ഷമിക്കുവാൻ അവരെ കൊണ്ട് വഹിയ എന്നവർക്ക് മനസ്സിലായി.
അതുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോവുകയല്ല, അല്ലെങ്കിൽ ഈ വിശ്വാസം വേണ്ട എന്ന് അവർ പറഞ്ഞൊഴിയുകയല്ല. അവർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു, കർത്താവേ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇൻക്രീസിങ് ഫെയ്ത്ത് ടിൽ ദ ലോർഡ് ജീസസ് കംസ് ഇൻ ഗ്ലോറി. യേശു ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നിടം വരെയും വർദ്ധിച്ചു വരുന്നതായ സ്നേഹത്തിൻ്റെ ഉടമകളാരോ അവരെയാണ് സ്വർഗം വിശ്വാസികളെന്ന് വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഇന്നലത്തെ വിശ്വാസം കൊണ്ട് ഇന്ന് നടക്കാൻ കഴിയാത്തതായ സാഹചര്യം, ഇന്നലെ നമ്മൾ നേരിട്ടതായ പരീക്ഷകളല്ല, ഇന്ന് നമുക്ക് തരണം ചെയ്യേണ്ടത് വളരെ വിശിഷ്ടമായിട്ടുള്ളതായ ശക്തിയേറിയതായ അനേക പ്രതികൂലങ്ങളെയാണ്. ഇന്നലെ ഒരുവൻ നമ്മെ പള്ളു പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മെ ചിലർ ഉപദ്രവിക്കാൻ വന്നേക്കും. അങ്ങനെ പല രീതിയിൽ വിശ്വാസത്തിൻ്റെ മുഖത്ത്, ദൈവീ ആത്മീകത്തിൻ്റെ മുഖത്ത് നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ പരിശോധനകൾ വന്നുകൊണ്ടിരിക്കും. ശത്രു നാം വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിച്ചാൽ നമുക്ക് ശോധനകൾ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്നും തിരുവചനം പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരനുഭവം, അതിനെയാണ് ഇൻക്രീസിങ് ഫെയ്ത്ത്. ഒരു മനുഷ്യൻ ഒരു അത്ഭുതം കണ്ടതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം കാണാതെ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്നവനായിട്ടല്ല. എന്നാൽ അത്ഭുതമുണ്ടെങ്കിലും എന്ത് സാഹചര്യങ്ങളാണിരുന്നാലും ശരി, അവൻ ഒരിക്കൽ അറിഞ്ഞതായ വിശ്വാസത്തിന് വേണ്ടി പോരാടുക. യൂദായുടെ ലേഖനത്തിൽ അങ്ങനെയാണ് ദൈവസഭയോട് യൂദ പറയുന്നത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചതായ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. എന്തിനാണ് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നത്? ഈ വിശ്വാസം നമ്മളിൽ നിന്ന് എടുത്തു കളയുന്നതായ അനേക സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കർത്താവ് അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം ഭൂമിയിൽ കണ്ടെത്തുമോ? വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും അത് അല്പാൽപമായി മനുഷ്യനിൽ കുറഞ്ഞു വരുന്ന അനുഭവവും ഉണ്ടാകും എന്ന് യേശു പ്രവചിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിശ്വാസത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയും നാം ഏത് വിശ്വാസത്തിൻ്റെ ഉടമകളെന്ന് ആത്മാവ് നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വർദ്ധിച്ചു വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഉടമകളായി കാണപ്പെടുവാൻ, അങ്ങനെ ഒരു മറുപടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവാത്മാവിന് നമ്മളിൽ നിന്ന് ആശയുള്ളതും നമ്മെ വിളിച്ചതും നമ്മെ വേർതിരിച്ചതും നമ്മെ സ്നേഹിച്ചതും നാം ഏത് കൂട്ടായ്മയുടെ ബന്ധത്തിൽ പോകുന്നു, ഏത് സഭയിൽ പോകുന്നു, ഏത് പള്ളിയിൽ പോകുന്നു, ഏത് ആരാധനയിൽ പോകുന്നു, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതല്ല, നിന്നിലുള്ളതായ വിശ്വാസം വർദ്ധിച്ചു വരുന്നതായ വിശ്വാസത്തിൻ്റെ ഉടമയാണോ നീ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പരീക്ഷിക്കുന്നു. പരീക്ഷകൾ അടിക്കടി വരും. ചെറുതും വലുതുമായ അനേക പരിശോധനകളുടെ മധ്യത്തിൽ ആ വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ നിന്നിൽ ഉള്ളതായ വിശ്വാസം കൊണ്ട് നിനക്കതിനെ തരണം ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തോട്, കർത്താവിനോട്, അവൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ നമ്മൾ മടിക്കരുത്. നാം കർത്താവിനോട് ചോദിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ അല്പം കൂടെ വർദ്ധിപ്പിച്ച് തരണം. ഈ വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. പല തോൽവികളും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. ഞങ്ങളറിയാത്തതായ തോൽവികൾ ഞങ്ങളെ കീഴടക്കുന്നു. ഞങ്ങളതിനെ ജയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവത്തോട് വിശ്വാസം അനുദിനം ചോദിച്ചു വാങ്ങിക്കുന്ന വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിന് ഇൻക്രീസിങ് ഫെയ്ത്ത്, അത് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെയും അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയും വർദ്ധിച്ചു വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഉടമകളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല, സാധാരണമായ ഒരു പൊതുവിശ്വാസമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ, നമ്മളിൽ നിന്ന് ശത്രു നമ്മുടെ വിശ്വാസത്തെ എടുത്തു കളയാതിരിക്കേണ്ടതിന്, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നാം തളർന്നു പോകാതിരിക്കേണ്ടതിന് നമ്മളിലെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതായി തീരട്ടെ. വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിന് ഉടമകളായി ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ മാറ്റുമാറാകട്ടെ. God bless you.